ഇതിനകത്ത് ഫോറൻസിക് സൈക്കോളജി, ഈ ഫോറൻസിക് സയൻസിൻ്റെ ബ്രാഞ്ചാണ്. ഇവിടെ ഫോറൻസിക് സൈക്കോളജി അറിയാവുന്ന എത്ര പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്? അതെ, കേരള ഫോറൻസിക് ലാബിൽ എന്തെങ്കിലും തരത്തിലുള്ള റിസർച്ച് നടക്കുന്നുണ്ടോ? ഇപ്പോൾ എറണാകുളത്ത് ഒരു കേസിൽ ഒരു ജ്യേഷ്ഠൻ്റെ വീട്ടിൽ അമ്മ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഒരു ദിവസം അമ്മ ഇളയ മോനെ കാണണമെന്ന് ഇളയ മോൻ്റെ വീട്ടിൽ വന്നു. മോൻ്റെ വീട്ടിൽ വന്ന് 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അമ്മ മരിച്ചു. അമ്മ മരിച്ചു കഴിഞ്ഞിട്ട് ഈ മരിച്ചു വരുവാൻ ആരോടും പറഞ്ഞില്ല. ഇവൻ എന്ത് ചെയ്തു? ഇവൻ പുറത്ത് പോയി ഒരു വക്കീലിനെ കൊണ്ട് വിൽപ്പത്രം തയ്യാറാക്കി, ഈ കുടുംബവും വീടും അവൻ ഇളയ മോന് കൊടുക്കുന്നതായിട്ട് വിൽപ്പത്രം തയ്യാറാക്കി അമ്മയെ കൊണ്ട് വിരൽ വധിച്ച് പിന്നെ എല്ലാവരും അറിയിച്ചു. അടക്കം എല്ലാം കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ വിൽപ്പത്രം പുറത്ത് വരുന്നത്. വിൽപ്പത്രം പുറത്ത് വന്നപ്പോഴത്തേനും ചേട്ടൻ പറഞ്ഞു, എൻ്റെ അമ്മ അങ്ങനെ ഒരിക്കലും വിൽപ്പത്രം ഉണ്ടാക്കുകയില്ല, അനിയൻ്റെ കൂടെ അമ്മ നിൽക്കത്തില്ലായിരുന്നു, എൻ്റെ കൂടെ നിന്നിരുന്നത്, എനിക്ക് അമ്മയുടെ വസ്തുവും വേണ്ട ഒന്നും വേണ്ട, പക്ഷേ ഈ വിൽപ്പത്രം കറക്റ്റാണോ എന്ന് പരിശോധിച്ച് നോക്കണമെന്ന് പറഞ്ഞു. പോലീസ് അന്വേഷിക്കാൻ ഇവന്മാരെ രണ്ടിനെയും കസ്റ്റഡി എടുത്ത് 2 ഇടി കൊടുക്കാവുന്ന രീതിയിലാണ് പോലീസ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അന്ന് ഫോറൻസിക് മെഡിസിൻ്റെ എക്സ്പെർട്ടിനെ വരുത്തി. അദ്ദേഹം പറഞ്ഞു ഇത് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു. ഈ അമ്മയുടെ വിരൽ പതിഞ്ഞ് വേറെ ഏതെങ്കിലും ഒരു ഡോക്യുമെൻ്റ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു. കാരണം ഈ മരിച്ചു കഴിഞ്ഞ ഒരു 7-8 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേന് ഈ വിരലിൻ്റെ ഈ ഗ്രൂവ്സ് വലുതാവും. ഇതിനകത്ത് എന്തോന്നോ ഗ്യാസൊക്കെ ഫോം ചെയ്തിട്ട് ഈ വിരലെല്ലാം ഈ ഫറോസ് വലുതാവും. അപ്പോൾ അമ്മയുടെ നോർമൽ ഫിംഗർ പ്രിൻറ്റും ഈ ഫിംഗർ പ്രിൻറ്റും വെച്ചിട്ട് മരിച്ചു കഴിഞ്ഞ് 8 മണിക്കൂർ കഴിഞ്ഞാണ് ഈ വിരൽ ഒരാളും പതിച്ചെന്ന് ഫോറൻസിക് മെഡിസിൻകാർ കണ്ടുപിടിച്ചു. ഹൈക്കോടതി ആ കേസ് അപ്രൂവ് ചെയ്ത് ആളിനെ ശിക്ഷിക്കാനായിട്ട് അപ്രൂവ് ചെയ്ത ആ കേസ്. അവസാനം പിന്നെ ചേട്ടൻ അനിയനെ ശിക്ഷിക്കേണ്ടെന്ന് പറഞ്ഞ് കേസെല്ലാം വിഡ്രോ ചെയ്ത അവസാനം. പക്ഷേ ഫോറൻസിക് മെഡിസിൻ്റെ ഫോറൻസിക് സയൻസിൻ്റെ അസവാര സാധ്യതകൾ നിലനിൽക്കുകയാണ്. കേരള പോലീസിന് ഉപയോഗിക്കാൻ പറ്റുന്ന സാധ്യതയുണ്ട്. ഇവിടെ നമ്മുടെ എക്സ്പേർട്സും ഫോറൻസിക് മെഡിസിൻ ഡോക്ടേഴ്സും ഒക്കെ വളരെ സ്മാർട്ടാണ്. ദി ആർ എക്സ്ട്രാ ഓർഡിനറി ഇൻ്റലിജൻറ്റ്. ബട്ടുള്ള അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ല. ഇതിൻ്റെ ഒന്നും സഹായമില്ലാതെ വരുന്ന പല കേസുകളുടെയും പിന്നീട് കാണുന്ന അവസ്ഥ ഏറ്റവും വളരെ സെൻസേഷനിലാവും. നമ്മൾ ഭയങ്കരമായി ചർച്ച ചെയ്യും. പക്ഷെ അവസാനം കുറ്റവാളിയെ കോടതി വെറുതെ വിടും. ഇതിനകത്തൊക്കെ ഉണ്ടാവാൻ പോകും സാഹചര്യത്തിലും മറ്റതൊക്കെ പോലീസിൻ്റെ എടുക്കാം. കേസ് കോടതി വരുമ്പം ഫുൾ പ്രൂഫായ ഫോറൻസിക് സയൻസ് ഉപയോഗിച്ച് ഫോറൻസിക് മെഡിസിൻ ഉപയോഗിച്ച് പ്രൂഫ് കൊടുത്തില്ലെങ്കിൽ ജഡ്ജിക്ക് ശിക്ഷിക്കാൻ പറ്റില്ല. ഈ പ്രൊപ്പോസ്ഡ് പോലീസ് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ സിലബസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിനകത്ത് 2 കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് BSc പോലീസ് സയൻസ്, ഒന്ന് BSc ഇൻ ഫോറൻസിക് സയൻസ്, ഒന്ന് BSc ഇൻ ഫോറൻസിക് മെഡിസിൻ. 3 ഡ്രാഫ്റ്റ് സിലബസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു പോലീസ് യൂണിവേഴ്സിറ്റി വേണമെന്ന് ഇപ്പോൾ ഗവൺമെൻറ് പറഞ്ഞു. ഏതായാലും അതൊന്നും വേണ്ട, പോലീസ് യൂണിവേഴ്സിറ്റി ഒന്നും വേണ്ട. പിന്നെ ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഓഫീസർ അപ്പോയിൻറ്റ് ചെയ്തതല്ലാതെ ഈ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കാനായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. ഇത്തരത്തിലൊരു എക്സ്പെർട്ടൈസ് ഉണ്ടായിരുന്നെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ പ്രമാദമായ കേസുകളിൽ വെറുതെ വിടുന്ന മനുഷ്യർ, അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ടാവുമായിരുന്നു കേരളത്തിൽ? ഉണ്ടാകത്തില്ല. കാരണം പ്രൊഫഷണൽ ക്രൈം സീനിൽ ഒരു 1 ചാൻസേ കിട്ടുന്നുള്ളൂ, രണ്ടാമതൊരു ചാൻസ് കിട്ടുന്നില്ല. കേരളത്തിലെ ആളുകളെ ഞെട്ടിച്ചൊരു കേസായിരുന്നു സൗമ്യയുടേത്. എൻ്റെ ഒരു എക്സ്പെർട്ടൈസ് വെച്ച് ഞാൻ ചെയ്യുവാണെങ്കിൽ ഞാൻ ക്രൈം സീൻ റീകൺസ്ട്രക്ട് ചെയ്യും. ആ ബോഗി അതേ സ്പീഡിൽ അതേ എൻജിൻ ഡ്രൈവറെ കൊണ്ട് ഓടിച്ച് ആ ട്രജക്ടറിയും ആ ഫോളും എല്ലാം മെഷർ ചെയ്ത് ഞാൻ 3D സ്കാൻ ചെയ്യും. ബിക്കോസ് ടെക്നോളജി ഇപ്പോൾ 3D സ്കാനേഴ്സാണ് ക്രൈം സീനിൽ യൂസ് ചെയ്യുന്നത്. കാര്യം നമുക്ക് വേറെ ഓഫീസർക്ക് വേറെ റൂമിലിരുന്ന് കാണാം, നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ക്രൈം സീൻ വീണ്ടും നമുക്ക് സെർച്ച് ചെയ്യാം. അതൊരു 3D ഫോമാറ്റിൽ വരിക. ടെക്നോളജി ഉപയോഗിക്കും, എക്സ്പെർട്ടൈസ് ഉപയോഗിക്കും. ഇപ്പോൾ വെർച്വൽ ഓട്ടോപ്സിയാണ്. ഓട്ടോപ്സി പോസ്റ്റ്മോർട്ടം ഒരു CT സ്കാനറിൽ സ്കാൻ ചെയ്യുക. നമ്മൾ ലൈവ് ആൾക്കാരെ സ്കാൻ ചെയ്യുന്ന പോലെ തന്നെ ഡെഡ് ബോഡി സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ മൈക്രോ ലെവലിലുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. ഈവൻ നമുക്ക് നൈഫ് പോലും വെക്കേണ്ട കാര്യമില്ല. ഇതെല്ലാം വിദേശങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ വോളിയം ഓഫ് ക്രൈംസിൻ്റെ കാര്യം സാറ് പറഞ്ഞപ്പോൾ ഭയാനകമല്ലേ? എന്ത് സെക്യൂർ സൊസൈറ്റി ചെയ്ത് നുണപരിശോധന എന്ന് പറയുന്നത് വളരെ സൂക്ഷിച്ച് ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം ഏതെങ്കിലും ഒരു നുണപരിശോധന നടത്തുന്ന ആൾ പറയുകയാണ് ഇവനാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ പോലീസുകാർ അവനെ ഇട്ട് വലിയ വാലിഡിറ്റി ഇല്ല. നുണപരിശോധനയ്ക്ക് സയന്റിഫിക് വാലിഡിറ്റി ഇല്ല. ആക്ച്വലി അതൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ടൂളാണ്. പക്ഷേ നമ്മുടെ ആളുകൾക്കും അറിയില്ല, മാധ്യമങ്ങൾക്ക് അറിയില്ല, നമ്മുടെ കോടതിക്ക് അറിയുന്നില്ല, നമ്മുടെ അഡ്വക്കേറ്റ്സിന് അറിയില്ല, പോലീസ് ഓഫീസേഴ്സിന് അറിയില്ല. ലോയേഴ്സ് ഈ ഫോറൻസിക് സയൻസിൽ കുറച്ചുകൂടെ നോളജ് ഉണ്ടെങ്കിൽ ദേ വിൽ ചലഞ്ച് ദ പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ പോലീസിനെ ചലഞ്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ ഡെവലപ്പ് ദ ക്വാളിറ്റി ഓഫ് ഡെവലപ്പ് ചെയ്യും. വിദേശ രാജ്യങ്ങളിൽ ഇന്നസെൻസ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. പഴയ കാലങ്ങളിൽ കൺവിക്റ്റഡ് ആയിട്ട് പലരും ഇന്നസെന്റ് ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഞാൻ ജയിൽ DGP കണക്കിൽ 65% കേസിൽ മാത്രമേ കൺവിക്ഷൻ പറ്റുന്നുള്ളൂ. 35% കേസ് വിട്ടുപോവുകയാണ് കേരളത്തിൽ. അതായത് അനദർ 5% പീപ്പിൾ ആക്ച്വലി ഇന്നസെൻ്റ് ആണ്, അവരെ പിടിച്ച് ജയിലിനകത്ത് ഇട്ടിരിക്കുകയാണ്.
ഇത് ഞാൻ അബദ്ധത്തിൽ എൻ്റെ വായെന്ന് പറഞ്ഞത് വലിയ കോൺട്രവേഴ്സി ആയിപ്പോയി. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ക്രൈമുകളുടെ എണ്ണം വെച്ച് നോക്കിയാൽ നമുക്ക് എത്ര സ്റ്റാഫ് വേണം? ഇപ്പോൾ ഉള്ള 136 ഇൻസഫിഷ്യൻ്റ് ആണ്. 14 ജില്ലകളിലും മിനിമം ഒരു 100 പേര് വെച്ച് 1400 പേരുടെ ഒരു ഫോഴ്സ് ഉണ്ടെങ്കിലേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു എവിഡൻസ് കളക്ഷൻ പറ്റുള്ളൂ. വളരെ നന്ദി ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ്, ശ്രീ ജെയിംസ് വടക്കുംചേരി, ഒപ്പം എബി ജോസഫ്. കേരളത്തിലെ കുറ്റാന്വേഷണ രംഗത്തിന്റെ അതിശോചനീയമായ അവസ്ഥയാണ് അകമ്പുറം പ്രേക്ഷകർക്ക് മുന്നിൽ തുറന്നു വെക്കുന്നത്. നിരപരാധിയെ അപരാധിയാക്കാനും കുറ്റവാളിക്ക് കൂളായി ഇറങ്ങിപ്പോകാനും പറ്റുന്ന ഇന്നത്തെ അവസ്ഥ ഇനിയും ഇതുപോലെ തുടരണോ? ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.